ദ ബ്രൈറ്റ് വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പാക്കിംഗ് മെഷീൻ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എല്ലാം അറിയേണ്ടവർ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇതിൻ്റെ മോണിറ്റർ വരുന്നത് ടച്ച് കൺട്രോളാണ്. പിന്നെ ഇതിൽ മാനുവലായിട്ട് നമുക്കിതിൻ്റെ എല്ലാ ഓപ്ഷൻസും സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ റൺ വിൻഡോ ആണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് സെറ്റിങ്ങിൻ്റെ ഓപ്ഷൻ. ഇതിൽ നമുക്ക് സൈസ് എത്രയെന്നുള്ളതും അതുപോലെ സ്പീഡ് നമുക്ക് എത്രയെന്നുള്ളതും എല്ലാം ഇതിൽ കൺട്രോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിന് വരുന്നത് 3 സ്വിച്ചുകളുണ്ട്. ഒന്ന് കണ്ടിന്യൂ ഓണ്, പിന്നെ ഒന്ന് സ്റ്റോപ്പ്, പിന്നെ ഒന്ന് ഇഞ്ചിങ് ആണ്. ഇഞ്ചിങ് എന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണായിട്ട് അപ്പോൾ തന്നെ ഓഫ് ആവും. അതാണ് ഇഞ്ചിങ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഓണായിക്കൊണ്ടിരിക്കും. പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു എമർജൻസി സ്റ്റോപ്പും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പേപ്പറിൻ്റെ കൺട്രോൾ വരുന്നത്. ഇതിൽ നമുക്ക് പേപ്പർ പിടുത്തം എത്രയാണോ അത് നമുക്ക് ഇതിനനുസരിച്ച് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന മെഷീന് നമുക്ക് 450ൻ്റെ മെഷീനാണ്. അതായത് 45 സെൻറ്റിമീറ്റർ വരെയുള്ള പേപ്പറുകൾ നമുക്കിതിൽ പോവും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേപ്പറിനെ നമ്മൾ മൊത്തം മെഷീൻ്റെ കൺട്രോളിൽ അതിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണിത്. പിന്നെ വരുന്നത് ട്രാക്കിംഗ് സെൻസറാണ്. നമുക്കൊരു ഐ മാർക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് പോകും. അപ്പോൾ ഈ സെൻസറാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയഗ്രാമിൽ കാണിച്ചതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കറക്റ്റ് ലെങ്ത്തിലേക്ക് വെക്കുന്നതിൻ്റെ ഒരു മാനുവൽ ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് നമുക്ക് കട്ടിങ്ങിൻ്റെ ബ്ലേഡിനെ നമുക്ക് മുകളിലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇവിടെ നമുക്ക് കട്ടിംഗ് ബ്ലേഡിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന പേപ്പറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ മിഡ് സീലിംഗ് ഇവിടെയാണ്, സെൻട്രലാണ് വരുന്നത്. അപ്പോൾ അതിൽ പേപ്പർ നമ്മൾ ഫോൾഡ് ചെയ്ത് പിടിക്കുന്നത് ഈ 2 ലിവറുകളാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കട്ടിംഗ് ബ്ലേഡ് വരുന്നത് നല്ല 6 ആക്കിൽ വരുന്ന നല്ല പെർഫെക്റ്റ് ബ്ലേഡാണ്. പിന്നെ ഇതിൻ്റെ ഐ മാർക്ക് സെറ്റിംഗ് നോക്കാം. ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്, ഡാർക്ക് മോഡും ലൈറ്റ് മോഡും ഉണ്ട്. അപ്പോൾ മോണിറ്ററിലെ ഫോളോ അപ്പിലെ ഓപ്ഷൻ പോയിട്ട് ട്രാക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സെൻസർ ഓൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽ ഐ മാർക്ക് വരുന്നത് ഇതാണ്.
ഇനി നമുക്കിതിൻ്റെ മിഡ് സീലിംഗ് എന്താണെന്നുള്ളത് നോക്കാൻ പറ്റാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മിഡ് സീലിങ്ങിന് വരുന്നത് 2 കോയിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ പേപ്പറിന് നമുക്ക് ഫോൾഡ് ചെയ്ത് വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 റോള് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ പേപ്പർ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ പ്രൊഡക്റ്റിൻ്റെ സൈസിനനുസരിച്ച് നമുക്കിവിടെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഇവിടെ ഓപ്ഷൻ വരുന്നുണ്ട്. ഏതൊരു പ്രൊഡക്റ്റിനെയും വളരെ ഈസി ആയിട്ട് നമുക്ക് വലിച്ചുകൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു കൺവെയറാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കൺവെയർ ചെയിനിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്.